മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് വിദ്യാലയ സംഘാടനവും മാനേജ്മെൻറ്റും എന്ന ടോപ്പിക്കാണ്. ആദ്യമായി ചാനൽ കാണുന്നവരാണ് എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. LP UP ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സുകൾ ലാഗായി തോന്നുന്നുണ്ട് എങ്കിൽ സ്പീഡിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാണാതെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം ഈ ഭാഗത്ത് നിന്നും. സ്കൂളുമായി ബന്ധപ്പെട്ട വിവിധ തരം മാനേജ്മെൻറ്റുകളുണ്ട്. അതിലൊന്നാണ് സ്ഥാപന മാനേജ്മെൻറ്റ്, 2 ക്ലാസ് മാനേജ്മെൻറ്റ്, 3 ടൈം മാനേജ്മെൻറ്റ്, മാനവ വിഭവ ശേഷി മാനേജ്മെൻറ്റ്. 1 സ്ഥാപന മാനേജ്മെൻറ്റ്, 2 ക്ലാസ് മാനേജ്മെൻറ്റ്, 3 ടൈം മാനേജ്മെൻറ്റ്, 4 മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ്. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാഭ്യാസത്തിന് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രിക്ക് തൊട്ട് താഴെയായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമുണ്ട്. ആദ്യം ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ആ മന്ത്രിക്ക് തൊട്ട് താഴെയായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമുണ്ട്. പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. എന്താണ്? പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഇത് DPI എന്ന് പറയുന്നു. എന്താണ് DPI? DPI എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ആരാണ്? ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ് DPI. എന്താണ്? പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനെയാണ് DPI എന്ന് പറയുന്നത്. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത് DPI. അടുത്തത് DD ആണ്. DD എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തെ എല്ലാ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസുണ്ട്. ഈ ഓഫീസറാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഥവാ DD എന്ന് പറയുന്നത്. എന്താണ്? സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസുണ്ട്. ഈ ഓഫീസറെ നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഥവാ DD എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. DD എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ഫോം? ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട്. ഈ ഓഫീസറെയാണ് നമ്മൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന് പറയുന്നത്. അടുത്തത്, ഓരോ റവന്യൂ ജില്ലയിലും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സബ് ജില്ലയുടെ ഭരണത്തലവനാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഥവാ DEO. എന്താണ് DEO എന്ന് പറഞ്ഞാൽ? DEO ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? ഓരോ റവന്യൂ ജില്ലയിലും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സബ് ജില്ലയുടെ ഭരണത്തലവനെയാണ് നമ്മൾ DEO എന്ന് പറയുന്നത്. DEO എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ. ഓരോ റവന്യൂ ജില്ലയിലും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സബ് ജില്ലയുടെ ഭരണത്തലവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. അടുത്തത്, വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ 2 അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകും. ഈ ഉപജില്ലയുടെ തലവനാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഥവാ AEO. AEO എന്ന് പറഞ്ഞാൽ എന്താണ്? അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ.
AEO അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ 2 അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകും. ഉപജില്ലയുടെ തലവനാണ് AEO. വിദ്യാഭ്യാസ ജില്ല ഉപജില്ലാ സംവിധാനത്തിന് താഴെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രഥമ അധ്യാപകൻ അഥവാ പ്രഥമ അധ്യാപികയാണ്. എന്താണ്? വിദ്യാഭ്യാസ ജില്ല ഉപജില്ലാ സംവിധാനത്തിന് താഴെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രഥമ അധ്യാപകനോ പ്രഥമ അധ്യാപികയോ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ആദ്യം വിദ്യാഭ്യാസ മന്ത്രി. ആരാണ് ആദ്യം വരുന്നത്? വിദ്യാഭ്യാസ മന്ത്രി. അതിന് തൊട്ട് താഴെയായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. അതിനും തൊട്ട് താഴെയായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. അതിനും തൊട്ട് താഴെയായിട്ട് വരുന്നത് ആരാണ്? വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ. അതിനുശേഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. അതിന് തൊട്ട് താഴെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. അതിന് തൊട്ട് താഴെയാണ് പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ നമ്മുടെ പ്രഥമ അധ്യാപിക വരുന്നത്. ഈ ചാർട്ട് ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതിനുശേഷം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, അതിന് തൊട്ട് താഴെ വരുന്നത് DPI, അതിന് തൊട്ട് താഴെ DD, അതിന് തൊട്ട് താഴെ DO, AO, അതിനുശേഷമാണ് പ്രഥമ അധ്യാപകനും അധ്യാപികയും വരുന്നത്. കേരളത്തിലാകെ 41 വിദ്യാഭ്യാസ ജില്ലകളും 163 ഉപജില്ലകളുമാണ് ഉള്ളത്. എന്താണ്? കേരളത്തിലാകെ 41 വിദ്യാഭ്യാസ ജില്ലകളും 163 ഉപജില്ലകളുമാണുള്ളത്. ഒരു ഉപജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതലയാണ് AEOയ്ക്കുള്ളത്. എന്താണ്? പ്രൈമറി സ്കൂളുകളുടെ ചുമതല ആർക്കാണ്? AEO. AEO ആരാണ്? ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് AEO. അപ്പോൾ AEOയ്ക്കുള്ള ചുമതല എന്ന് പറയുന്നത് പ്രൈമറി സ്കൂളുകളുടെ ചുമതലയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതലയുള്ള ആളാരാണ്? DEO. നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ? പ്രൈമറി സ്കൂളുകളുടെ ചുമതല AEOയ്ക്കും ഹൈസ്കൂളുകളുടെ ചുമതല DEOയ്ക്കുമാണെന്ന് പറഞ്ഞു. ഇനി റവന്യൂ ജില്ലയിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും TTIകളുടെയും മേൽനോട്ട ചുമതല ആർക്കാണ്? DDക്കാണ്. ആർക്കാണ്? DD. ആദ്യം AEOനെ പറഞ്ഞു താഴെയുള്ള, അതിനുശേഷം DOനെ പറഞ്ഞു, അതിന് മുകളിലുള്ള ആളാണ് DD. DDയുടെ ചുമതല എന്താണ്? പ്രൈമറിയുടെ കാര്യങ്ങൾ നോക്കണം, ഹൈസ്കൂളുകളുടെയും കാര്യങ്ങൾ നോക്കണം, അതുപോലെയുള്ള TTIകളുടെയും ചുമതല നോക്കേണ്ടത് DDയാണ്. ഒരു റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ നിയമനത്തിൻ്റെയും സ്ഥാനക്കയറ്റത്തിൻ്റെയും സ്ഥലമാറ്റത്തിൻ്റെയും അധികാരിയും കൂടിയാണ് ആര്? DD എന്തും കൂടി ചെയ്യുന്നുണ്ട്? ഒരു റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ നിയമനത്തിൻ്റെയും സ്ഥാനക്കയറ്റത്തിൻ്റെയും സ്ഥലമാറ്റത്തിൻ്റെയും അധികാരി കൂടിയാണ് DD. ഇനി നമുക്ക് DDയുടെ മറ്റ് പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. DDയുടെ മറ്റു പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് DD എന്ന് പറഞ്ഞതിനുള്ള ഫുൾ ഫോം? എഡ്യൂക്കേഷൻ. എന്തായിരുന്നു? DD, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി ചുമതലകൾ നോക്കാം. DDയുടെ ചുമതല എന്താണ്? 1. ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കണം. ജില്ലയിൽ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കേണ്ടത് ആരാണ്? DDയാണ്. പിന്നെന്താണ്? ജില്ലാതല കലോത്സവം. ശ്രദ്ധിക്കുക, ജില്ലാതല കലോത്സവം, ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്ര, IT, പ്രവൃത്തി പരിചയം, കായികമേള എന്നിവയുടെ സംഘാടനം.
എവിടെയാണ്? ജില്ലയിൽ കലോത്സവമൊക്കെ നടത്തേണ്ടത് ആരാണ്? DDയുടെ ചുമതലയാണ്. DDയുടെ ചുമതലയാണ് ജില്ലാ കലോത്സവം ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, IT, പ്രവൃത്തി പരിചയം, കായികമേള എന്നിവയുടെയൊക്കെ സംഘാടനം എന്ന് പറയുന്നത് DDയുടെ ചുമതലയാണ്. ആദ്യം എന്താ പറഞ്ഞത്? ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, ജില്ല എല്ലാം DDയിൽ വരുന്ന എല്ലാം എന്താണ്? ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. DDയിൽ വരുന്നത് ജില്ലയാണ്. DDയിൽ വരുന്നത് എല്ലാം ജില്ലകളാണ്. അപ്പം DDയിൽ വരുന്ന ജില്ലയിലെ 1 ജില്ലയിൽ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കുക. 2 ജില്ലയിൽ കലോത്സവം, ശാസ്ത്രം, അതുപോലെ സാമൂഹ്യശാസ്ത്ര മേളകൾ, IT, പ്രവൃത്തി പരിചയം, കലാകായിക മേളകൾ ഒക്കെ നടപ്പിലാക്കുക. 3 എന്താണ്? സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിങ്. എന്താണ്? സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിങ്. പിന്നെന്താണ്? 4 ഉപജില്ലാ വിദ്യാഭ്യാസ സബ് ജില്ലാ ഓഫീസുകളുടെയും പ്രവർത്തന മേൽനോട്ടം. ഉപജില്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും നോക്കണം, സബ് ജില്ലാ ഓഫീസുകളുടെയൊക്കെ പ്രവർത്തന മേൽനോട്ടം നോക്കുക. DD എന്തൊക്കെ ചെയ്യണം? ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പിലാക്കണം, ജില്ലയിലെ കലോത്സവം, കായികമേള, IT, പ്രവൃത്തി പരിചയം അങ്ങനെയൊക്കെയുള്ളത് ജില്ലാ കലോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കണം. സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിങ്ങിൽ നോക്കണം. 4 എന്താണ്? ജില്ലയിലെ വിദ്യാഭ്യാസ സബ് ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തനം. ജില്ലയിലുള്ള എന്താണ്? ഉപജില്ല വിദ്യാഭ്യാസ സബ് ജില്ലാ ഓഫീസുകളുടെയൊക്കെ പ്രവർത്തന മേൽനോട്ടം നോക്കണം. ഉപജില്ലയിൽ നോക്കണം, വിദ്യാഭ്യാസ സബ് ജില്ലയിലുള്ള ഓഫീസുകളുടെയും പ്രവർത്തനം നോക്കണം. 5 എന്താണ്? AEO, DO, മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ അവരുടെ കോൺഫറൻസുകൾ എന്നിവ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കണം. എന്താണ്? AEO ഉണ്ട്, DO ഉണ്ട്, അങ്ങനെയുള്ള മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാരുണ്ട്. അവരുടെയൊക്കെ കോൺഫറൻസുകൾ സമയബന്ധിതമായിട്ട് സംഘടിപ്പിക്കുന്നത് ആരാണ്? DD ആണ്. ആരാണ്? DD ആണ്. അങ്ങനെയുള്ള AEOനെയും DOനെയൊക്കെ കൂട്ടി മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാരെയൊക്കെ ചേർത്തിട്ട് കോൺഫറൻസുകളൊക്കെ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നത് DD ആണ്. അതുപോലെ തന്നെ അധ്യാപക പരിശീലന ജില്ലാതല ചുമതല. എന്താണ്? അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല നിർവഹിക്കുന്നു. അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതലയും നിർവഹിക്കുന്നു. DLED, PPTTC. എന്താണ്? DLED, PPTTC കോഴ്സുകളുടെ അഡ്മിഷൻ, നിയമനം, മേൽനോട്ടം തുടങ്ങിയവ നടപ്പിലാക്കുന്നു. ഇപ്പോൾ 7 പഠിച്ചു. 7 ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. DDയുടെ ചുമതലകളാണ് പറയുന്നത്. 1 എന്തായിരുന്നു? ജില്ലയിലുള്ള വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു. 2 ജില്ലാതല കലോത്സവം, ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്ര, IT, പ്രവൃത്തി പരിചയം, കായികമേള എന്നിവയുടെ സംഘാടനം. സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിങ്, ഉപജില്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം, AEO, DO, മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായി നടപ്പിലാക്കൽ, അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല നിർവഹണം ചുമതല എന്നിവയൊക്കെ. പിന്നെ DLED, PPTTC കോഴ്സുകളുടെ അഡ്മിഷൻ, നിയമനം, മേൽനോട്ടം തുടങ്ങിയവ. ഇത്രയും കാര്യങ്ങളാണ് DDയുടെ ചുമതലകളായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. അടുത്തത് DEOമാരുടെ പ്രധാന ചുമതലയാണ്. എന്താണ്? DOമാരുടെ പ്രധാന ചുമതല എന്തൊക്കെയാണ്? DEOയുടെ പ്രധാന ചുമതലകൾ: 1 വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകൾ സന്ദർശിക്കുകയും അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്യൽ. എന്താണ്? വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ സന്ദർശിക്കുകയും അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. 2 അക്കാദമിക മോണിറ്ററിംഗ്, ടീം മോണിറ്ററിംഗ്. എന്തൊക്കെയാണ്? അക്കാദമിക മോണിറ്ററിങ്ങും ടീം മോണിറ്ററിങ്ങും. 3 വിദ്യാഭ്യാസ ജില്ലയിലെ കലോത്സവവും മേളകളും സംഘടിപ്പിക്കൽ. എന്താണ്? വിദ്യാഭ്യാസ ജില്ലാതല കലോത്സവവും മേളകളും സംഘടിപ്പിക്കൽ. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെയും AEOമാരുടെയും കോൺഫറൻസുകൾ നടത്തൽ. എന്താണ്? ഹൈസ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർമാരുടെയും
AEOമാരുടെയും കോൺഫറൻസുകൾ നടത്തുക എന്ന് പറയുന്നത് DEOയുടെ ചുമതലയാണ്. എന്താണ്? DEOമാരുടെ ചുമതല എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ സന്ദർശിക്കുകയും അക്കാദമികവും പഠനപരവുമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. അതുപോലെ അക്കാദമിക മോണിറ്ററിംഗ്, ടീം മോണിറ്ററിംഗ് നടത്തണം. മൂന്നാമത്തത് വിദ്യാഭ്യാസ ജില്ലാതല കലോത്സവവും മേളകളും സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ AEOമാരുടെയും കോൺഫറൻസുകൾ നടത്തണം. അടുത്തത് AEOമാരുടെ ചുമതലയാണ്. എന്താണ് അടുത്തത്? AEOമാരുടെ ചുമതല എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. AEOമാർ ആരാണ്? ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് അല്ലേ? അവരുടെ ചുമതല, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ചുമതല എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ഒന്നാമതായിട്ട് വരുന്നത് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടത്തുക. AEO എന്താ ചെയ്യുന്നത്? പ്രൈമറി സ്കൂളുകളെല്ലാം പോയി നോക്കുക. ഉപജില്ലയിലുള്ള പ്രൈമറി സ്കൂളുകളെല്ലാം പോയി നോക്കിയിട്ട് അവിടെയുള്ള അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടത്തുക. രണ്ടാമത് അക്കാദമിക ടീമും മോണിറ്ററിങ്ങും നടപ്പിലാക്കുക. എല്ലാവരുടെയും ചുമതലയാണ് അതല്ലേ? അക്കാദമിക ടീമും മോണിറ്ററിങ്ങും നടപ്പിലാക്കുക. പിന്നെന്താണ്? ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കുക. എന്താണ്? ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ AEOയാണ് ഉപജില്ലാ തലത്തിലുള്ള മേളകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ആരാണ്? AEOയുടെ ഉത്തരവാദിത്തമാണ്. AEO ആണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അല്ലേ? അപ്പോൾ ഉപജില്ലയിലുള്ള മേളകൾ നടപ്പിലാക്കുന്ന ആരാണ്? AEO ആണ്. പിന്നെന്താണ്? പ്രൈമറി ഹെഡ് മാസ്റ്ററുടെ കോൺഫറൻസുകളും വിളിച്ചു ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത് ആരാണ്? AEO ആണ്. എന്താണ് പറഞ്ഞത്? പ്രൈമറി ഹെഡ് മാസ്റ്ററുടെയൊക്കെ കോൺഫറൻസുകൾ വിളിച്ചു ചേർത്തിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ നടപ്പിലാക്കാനായിട്ട് പറയുന്ന ആരാണ്? AEOമാരാണ്. AEO ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒന്നും കൂടെ പറയാം. AEOൻ്റെ ചുമതല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടത്തുക. അക്കാദമിക ടീം മോണിറ്ററിംഗ് നടത്തുക. രണ്ടാമത്തത് അക്കാദമിക ടീം മോണിറ്ററിംഗ് നടത്തുക. മൂന്നാമത്തത് ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കുക. എന്താണ്? ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കുക. നാലാമത്തത് പ്രൈമറി ഹെഡ് മാസ്റ്ററുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർത്തിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നടപ്പിലാക്കാനായിട്ട് പറയുന്നത് AEO ആണ്. അപ്പോൾ AEOൻ്റെ ചുമതലകൾ പ്രധാനമായിട്ടുള്ള 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രധാന മാനേജ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 1 സ്ഥാപന മാനേജ്മെൻറ്റ്, 2 ക്ലാസ് മാനേജ്മെൻറ്റ്, 3 ടീം മാനേജ്മെൻറ്റ്, 4 മാനവ വിഭവ ശേഷി മാനേജ്മെൻറ്റ്. അതിൽ സ്ഥാപന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യം വന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പൊതുഘടന, എങ്ങനെയാണ് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കൂള് പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ വിദ്യാഭ്യാസത്തിന് മന്ത്രിസഭയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ടെന്ന് പറഞ്ഞു. ആ മന്ത്രിക്ക് തൊട്ട് താഴെ ഭരണകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ആരുണ്ട്? പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ട്. എന്താണ്? ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന DPI ഉണ്ട്. ആരാണ്? DPI. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് ആരാണ്? സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട്. ഈ ഓഫീസർ എന്ത് ചെയ്യും? വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നാണ് പറയുക. എന്താണ്? വിദ്യാഭ്യാസ ഉപഡയറക്ടർ, DD. എന്താണ്? DD, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടും. അതിന് തൊട്ട് താഴെ ആരുണ്ട്? ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യത്തിനായിട്ട് വിദ്യാഭ്യാസ ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജിച്ചിട്ടുള്ളതിൻ്റെ കീഴിൽ എന്തുണ്ട്?
വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണത്തലവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ DEO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നോ അതിലധികമോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉപജില്ലയുടെ തലവൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഥവാ AEO, അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല ഉപജില്ല സംവിധാനത്തിന് താഴെയാണ് സ്കൂൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ അധികാരി എന്ന് പറയുന്നത് പ്രഥമ അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്താണ്? ആദ്യമേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നെന്താണ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പ്രഥമ അധ്യാപകനും അധ്യാപികയും. വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, DPI, DD, DO, AO, പ്രഥമ അധ്യാപകൻ, അധ്യാപിക. ഇത്രയും കാര്യങ്ങളും അവരുടെ ചുമതലകളുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിദ്യാലയം എന്ന് പറയുന്ന സംവിധാനം ഏതെല്ലാം തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, വിദ്യാലയത്തിൽ ഉള്ള സംഘടനകൾ ഏതൊക്കെയാണ്, അവിടെ എന്തെല്ലാമാണ് അധ്യാപകർ സൂക്ഷിക്കേണ്ട രേഖകൾ, അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ ഇത്രയും കാര്യങ്ങൾ നന്നായി ഓർത്തിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയത് ആ ജില്ലയിലുള്ള AO, DO, ആ ജില്ലയിൽ വരുന്ന സബ് ജില്ലകൾ ഏതൊക്കെയാണ്, ഉപജില്ലകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ടും കൂടി ഇതിനൊപ്പം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക.